ഇടുക്കിയിൽ നിന്ന് സുബിൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുബിൻ, ഇടുക്കിയെ സംബന്ധിച്ച് ഹാട്രിക് പോരാട്ടത്തിന് ഇറങ്ങുന്ന ഇടത് വലത് മുന്നണികൾക്കിടയിലേക്ക് ശക്തിയായ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി എൻ.ഡി.എയും പ്രചാരണ കൊഴുപ്പിൽ മുന്നിട്ട് നിന്നിരുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. പ്രധാനമായും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ എൻ.ഡി.എക്ക് ജില്ലയിൽ അല്ലെങ്കിൽ ഈ ഒരു ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കടന്നു ചെന്ന മേഖലകളെല്ലാം തന്നെ വലിയൊരു സ്വീകാര്യത സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു. പ്രധാനമായും വനിതാ സ്ഥാനാർത്ഥിയാണ്. സംഗീത വിശ്വനാഥാണ് എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി. മുൻ 2 തവണ അല്ലെങ്കിൽ മുൻ എം.പി ആയിരുന്ന ജോയ്സ് ജോർജ്, അതുപോലെ തന്നെ നിലവിൽ എം.പി ആയിരുന്ന ഡീൻ കുര്യാക്കോസ്, അങ്ങനെ 2 പേരോടാണ് ഈ ഒരു ശക്തമായൊരു മത്സരം കാഴ്ചവെക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിൽ അല്ലെങ്കിൽ മികച്ച ഒരു പ്രകടനം തന്നെ ഒരു പ്രചരണ സമയത്ത് ഈ ജില്ലയിൽ സ്ഥാനാർത്ഥിക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു നാളെ ഇടുക്കി പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ നിലവിൽ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഞാൻ ഇപ്പോഴുള്ളത് ഈ ഒരു കോതമംഗലം നിയോജക മണ്ഡലത്തിലെ കുട്ടമ്പുഴ എന്ന് പറയുന്ന പ്രദേശത്താണ്. ആ ഒരു പ്രദേശത്ത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ജങ്കാറാണ്. ഈ ജങ്കാറിലാണ് ഈ ഉദ്യോഗസ്ഥർ അക്കരയിലേക്ക് കടക്കുന്നത്. പ്രധാനമായും ഈ കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 44, 45, 46 ബൂത്തുകളിലേക്കുള്ള സാധന സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ ഇപ്പോൾ അക്കരെ പോയിട്ട് തിരിച്ച് ഒരു വണ്ടി തിരികെ വരികയാണ്. അതായത് ജങ്കാർ തിരികെ വരികയാണ്. പ്രധാനമായും വനവാസി കുടിയിലേക്കാണ് ഈ ഒരു സാമഗ്രികൾ എത്തിക്കുന്നത്. ഈ പ്രദേശത്തെ ആളുകളുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് ഈ ഒരു ഇരുകരകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം എന്നുള്ളത്. ആ ഒരു പാലം യാഥാർത്ഥ്യമാകാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ജങ്കാറിന്റെ സഹായത്തോടുകൂടി പോലും ഇത്തരത്തിൽ ഈ ഒരു ഉപകരണങ്ങൾ, ഈ യന്ത്ര സാമഗ്രികൾ അക്കരെ എത്തിക്കേണ്ട ഒരു സാഹചര്യമുള്ളത്. കുഞ്ചിപ്പാറ, അതുപോലെ തന്നെ തേര, വാര്യം, തലവച്ചപ്പാറ എന്നീ വനവാസി കുടികളാണ് അക്കരെയുള്ളത്. കൂടാതെ ജനറൽ ആളുകൾ താമസിക്കുന്ന സ്ഥലമുണ്ട്. ഏകദേശം 1000-ഓളം വോട്ടുകൾ ഈ ഒരു മേഖലയിലുണ്ട്. 4 ബൂത്തുകളാണുള്ളത്. ഈ 4 ബൂത്തുകളിലേക്കുള്ള യന്ത്ര സാമഗ്രികളാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു ജങ്കാറിൽ കൊണ്ടുപോകുന്നത്. ജീപ്പ് മാർഗമാണ് അവിടേക്ക് പോകുന്നത്. ഈ ജങ്കാറിലേക്ക് ജീപ്പ് കയറ്റിയ ശേഷം ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഒരു വാഹനം ഇവിടെയുണ്ട്. ഈ ഒരു ജീപ്പ് പോളിംഗ് ഉദ്യോഗസ്ഥരുമായി എത്തിയ ഒരു ജീപ്പാണ്. ഈ ജീപ്പ് ഇപ്പോൾ ഈ ഒരു ജങ്കാറിലേക്ക് കയറ്റിയ ശേഷം ഇവിടെ അവസാനത്തെ വാഹനമാണ് ഇവിടെയുള്ളത്. ഈ വാഹനം ഇപ്പോൾ തന്നെ ഈ ഒരു ജങ്കാറിലേക്ക് കയറ്റി. ഇത്തരത്തിൽ ജങ്കാറിലേക്ക് വാഹനങ്ങൾ സാഹചര്യമായി തന്നെയാണ് ഈ ഒരു വാഹനം കയറ്റുക. വാഹനം കയറ്റിയ ശേഷമാണ് യന്ത്ര സാമഗ്രികൾ, അതായത് പോളിംഗ് ബൂത്തിലേക്ക് 4 ബൂത്തുകളുണ്ട്. 4 പോളിംഗ് ബൂത്തിലേക്ക് ആവശ്യത്തിലുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ അക്കരെ. ആളുകൾ വർഷങ്ങളായി അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി ഇത്തരത്തിലുള്ള ഒരു മാർഗമാണ് അക്കരെ എത്താനായിട്ട് ഉപയോഗിച്ചു പോരുന്നത്. ഇതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങളൊക്കെ എത്തുമ്പോൾ പോലും ഇത്തരത്തിലാണ് വാഹനങ്ങൾ അക്കരെ എത്തിക്കുക. ഇവിടുത്തെ ആളുകളുടെ വർഷങ്ങളായുള്ള ഒരു ആവശ്യമാണ് പാലം എന്നുള്ളത്. ആ ഒരു പാലം ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു ജങ്കാറിൽ വാഹനങ്ങൾ കയറ്റി അക്കരെ എത്തിച്ച് ഈ വനവാസി കുടിയിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഈ ഒരു വനവാസി കുടികളിലേക്ക് ഇത്തരത്തിൽ സാഹസികമായി ആണ് ഈ ഒരു യന്ത്ര സാമഗ്രികളെല്ലാം തന്നെ എത്തിക്കുന്നത്. പ്രധാനമായും ഇടമലക്കടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വോട്ട് ചോദിച്ച വനവാസി ഊരിലേക്ക് എത്തിയിട്ടുണ്ടാകുമല്ലോ അല്ലെ, പാലം നൽകിയില്ലെങ്കിലും. വോട്ട് ചോദിച്ച് ഈ ഒരു സ്ഥാനാർത്ഥികളെല്ലാം തന്നെ എത്തുകയും ഒരു ഇത്തരത്തിലുള്ള പുതിയ വാഗ്ദാനങ്ങളെല്ലാം നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വിശ്വസിക്കുന്ന ആളുകളെല്ലാം തന്നെ വിശ്വസിക്കുന്ന ഇത്തരത്തിൽ ഒരു പാലം അവർക്ക് ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇവിടുത്തെ ആളുകൾ ഈ നാളെ വോട്ട് ചെയ്യാൻ പോകുന്നത് തന്നെ നമുക്ക് പറയാം. പ്രധാനമായും വലിയ മത്സരം നടക്കുന്നുണ്ട്. ആ ഒരു മത്സരം നടക്കുമ്പോൾ വിജയിച്ചെത്തുന്ന സ്ഥാനാർത്ഥിയെ അത് ആരാണെങ്കിലും തങ്ങളുടെ ആവശ്യം നിറവേറ്റി തരുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഈ കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഈ ഒരു മേഖലയിലുള്ള ഈ ഒരു 4 വനവാസി കുടികളിലുള്ള ആളുകൾ ഉള്ളത്. തീർച്ചയായും സുബിൻ വളരെ പ്രസക്തമായ തത്സമയ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് സുബിൻ നമുക്ക് അവിടെ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് നൽകിയത്. എന്തായാലും വനവാസി ഊരുകളിലേക്ക് പോളിംഗ് സാമഗ്രികൾ കൊണ്ടുപോകുന്ന ഉദ്യോഗസ്ഥരുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടത്. റിപ്പോർട്ടാണ് സുബിൻ തോമസ് നൽകിയത്.